ഹായ് ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. 2 ദിവസം മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ചേച്ചിമാരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഫെയർ അലോയിലും പൗഡറും മാത്രമേ ഇടുള്ളൂടി, എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബിലോ 1000 ഉള്ളിൽ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു മേക്കപ്പിൻ്റെ ട്യൂട്ടോറിയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. നമുക്ക് എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം എന്നതായിരുന്നു എൻ്റെ കുറച്ച് കാലങ്ങളിലായിട്ടുള്ള എൻ്റെ വലിയൊരു ആഗ്രഹം. ബട്ട് എൻ്റെ സാഹചര്യം എനിക്കത് നടന്നില്ല. ഇനി ഭാവിയിൽ അത് നടക്കുമായിരിക്കാം. എപ്പോഴും എൻ്റെ വിഷ് ലിസ്റ്റിൽ ഒരു കാര്യമായിട്ട് ഞാനിത് ഇപ്പോഴും ഇട്ട് വെച്ചിട്ടുണ്ട്, ബിക്കം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ, ശരി. ഇനിയിപ്പം മറ്റാരെയും മേക്കപ്പ് ചെയ്ത് സംതൃപ്തി അടഞ്ഞില്ലെങ്കിലും സ്വയം മേക്കപ്പ് ചെയ്ത് സംതൃപ്തി അടയുകയാണ് എൻ്റെ എപ്പോഴും ഉള്ള ഹോബി. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ചെറുതിൽ നിന്ന് തുടങ്ങണോ വലുതിൽ നിന്ന് തുടങ്ങണോ? എന്തായാലും ആദ്യം എന്താണോ അതിൽ നിന്ന് തുടങ്ങാം. ഇതാണ് ഹിമാലയ ബേബി ക്രീം. ഞാനും ഒരു ഫെയർ ലവ്ലി ഗേൾ ആയിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മാറ്റി പിടിച്ചതാണ് ഹിമാലയയിലേക്ക്. ഇതാണിപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്. പിന്നെ സൺസ്ക്രീനായിട്ട് ലാക്മിയുടെ ഇതാണ് ലാക്മി സൺ എക്സ്പേർട്ട് സൺസ്ക്രീൻ ജെല്ലാണിത്. ഞാൻ സൺസ്ക്രീൻ്റെ ക്രീമായിട്ടുള്ളത് ഉപയോഗിച്ചിരുന്നു, പക്ഷെ അത് കുറച്ച് വൈറ്റ് കാസ്റ്റ് തേച്ച് കഴിയുമ്പോൾ ആ വൈറ്റ്നെസ് അങ്ങനെ നിൽക്കും. എങ്കിലും നമ്മൾ ജസ്റ്റ് പുറത്തുനിന്ന് പോയി വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോൾ മൊത്തം ഓവറോൾ ഒന്ന് സെറ്റായി വരും. പിന്നെ CC ഇത് ഓപ്ഷണലാണ്, ഇത് ഫങ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുക. പിന്നെ മസ്കാര, അതും എപ്പോഴും ഉപയോഗിക്കില്ല, വല്ലപ്പോഴും മാത്രം. ലിപ്സ്റ്റിക്ക് എനിക്ക് അത്രയ്ക്ക് നിർബന്ധമുള്ള കാര്യമില്ല. എനിക്ക് കളേർഡ് ലിപ് ബാമിനോടാണ് താല്പര്യം. ഇതൊരു ലോക്കൽ ലിപ്സ്റ്റിക് ആട്ടോ. ഒരു ഫംഗ്ഷന് പോയപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ മറന്നപ്പോൾ മുഖം എന്തോ പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് കയറി മേടിച്ചതാണ്. ബ്രാൻഡഡ് ഒന്നുമല്ല. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ലിപ് ബാം. ഇത് ഇവർ രണ്ടുപേരും എൻ്റെ ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 വ്യക്തികളാണ്. ഏകദേശം ഒരു 15-16 വർഷത്തോളമായിട്ട് എൻ്റെ സ്വന്തം സഹചാരികളാണ് ഇവർ. പിന്നെ ഒരു പൊട്ട്. ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് യാഡ്ലിയുടെ ഈ പൗഡർ. ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓപ്ഷണലായിട്ട് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റുകളാണ് ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റും പോൺസിൻ്റെ ഈ ഗ്ലോ പൗഡറും. ഇത് കൂടുതലും കൊച്ചിന് ഉപയോഗിക്കും, ഇത് ഞാൻ ഉപയോഗിക്കും. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇതിന് ഞാനിപ്പോൾ ഇങ്ങനെ തേക്കണം അങ്ങനെ തേക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കയ്യിലെടുക്കും, ജസ്റ്റ് ഡോട്ടായിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഇടും, എന്നിട്ട് അതങ്ങ് തേച്ച് പിന്നെ സൺസ്ക്രീൻ. പിച്ചി കഴിയാറായി. 3 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് റോളൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ തേക്കുന്നു. നമുക്ക് അങ്ങനെ തേച്ച് ഇതാക്കാനുള്ള സംഭവമൊന്നുമില്ല. ഒരു ട്യൂബ് മേടിച്ച് ഏകദേശം 1 മാസം എത്തിക്കണം എന്നതാണ് എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ. നമ്മുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് പണ്ടത്തെ ഒരു കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഫെയർ ലവ്ലിയും വെറും ടാൽക്കം പൗഡറും ഒരു പൊട്ടും ജസ്റ്റ് ഒരു കൺമഷി
മാത്രം ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഒരുപാട് വളർന്ന് ഒരുപാട് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളുടെ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ. അപ്പം ഫെയർ ലവ്ലി ഇട്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലോ വന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പ്രോഡക്റ്റ് ഇന്നതിനെന്നുള്ള ട്യൂട്ടോറിയലുകളൊക്കെ ഉണ്ട്. ഓരോ പ്രോഡക്റ്റും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പം ഈ പ്രോഡക്റ്റുകളൊക്കെ വെച്ച് ചെയ്യാൻ ചിലപ്പോൾ ഒരുപക്ഷെ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഞാനൊക്കെ ഈ ഫുൾ ടൈം ഈ യൂട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രോഡക്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് കൗതുകമാണ്. അതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, വാങ്ങിയിരുന്നെങ്കിൽ, ഉപയോഗിച്ചിരുന്നെങ്കിൽ. പക്ഷേ എല്ലാം നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആവണം എന്നില്ല. അപ്പം നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നീറ്റായിരിക്കാനുള്ള ഈ ചെറിയ പ്രോഡക്റ്റുകൾ വെച്ച് തന്നെ നമുക്ക് അത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചിലവഴിക്കാൻ ഒരു ബിലോ 1000 റുപ്പീസ് മതി. ആ 1000 റുപ്പീസിൻ്റെ ഉള്ളിലുള്ള പ്രോഡക്റ്റുകൾ വെച്ചാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നെങ്കിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ ഈ വോയിസ് ഓവർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നാവിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അപാകതകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ശരിക്കും മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയോന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഞാൻ ബന്ധമുള്ള കാര്യങ്ങളല്ല പറയുന്നത് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഇത് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതിന് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ യാഡ്ലി പൗഡർ ഉപയോഗിച്ച് നമ്മുടെ ഫേസൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് ഒട്ടുകൂടെ വെച്ചാൽ നമ്മുടെ ഒരു നോർമൽ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇപ്പം നമ്മുടെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് അപ്പം ഇനി തലയും കൂടെ കെട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് കെട്ടി വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാനൊന്നുമില്ല. ബിലോ 1000 ഉള്ളിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. കുറേ അപാകതകളുണ്ട്, മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഏതൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് വരില്ലല്ലോ. പാളിച്ചകളിലൂടെയാണല്ലോ വീണാണല്ലോ നടക്കാൻ പഠിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂട്ടുക. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയ ഒരു കോട്ടൺ 2 പീസ് സെറ്റാണ്. നല്ല കഴുത്തിലൊക്കെ വന്നിട്ട് സീക്വൻസും ത്രെഡും വെച്ചിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട്. കൈയുടെ സ്ലീവ്സിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 യൂസിന് ശേഷമാണ് കേട്ടോ ഇടുന്ന. 2 യൂസ് കഴിഞ്ഞു. ശരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി അതിൻ്റെ യൂസ് ചെയ്ത ശേഷം അതിൻ്റെ റിവ്യൂ പറയുന്നതിലാണല്ലോ കാര്യം. 2 യൂസ് ചെയ്തു. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, അപ്പോൾ ലിങ്ക് ഇടാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ചാനലാണ്, സബ്സ്ക്രൈബറൊന്നും ആയിട്ടില്ല. അപ്പോൾ ലിങ്ക് കിട്ടില്ല. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് ഫ്ലിപ്കാർട്ടിൽ പോയി തപ്പി നോക്കിക്കോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.